ട്രാൻസ്ജെൻഡേഴ്സ് എന്നും സെക്സ് വർക്കേഴ്സ് എന്നൊരു ലേബൽ അത് ഫുള്ളൊന്ന് മാറ്റിയെടുക്കണം. എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച് എന്റെ ഒരു മുതല പോലെ മാലയടക്കം വലിച്ചു പൊള്ളിച്ചു കൊണ്ടുപോയി. സെക്സ് വർക്ക് എന്നൊരു ലോകത്തേക്ക് ആരും ഇനി വരുന്ന ഒരു കമ്മ്യൂണിറ്റിയും പോകരുതെന്ന് എന്റെ വലിയൊരു ആഗ്രഹമാണ്. ഓക്കെ, നിർത്തിക്കോ. ഹായ്, ഹലോ. ഇതിപ്പോ എന്റെ കൈ വയ്യാത്തോണ്ടല്ലാട്ടോ ഞാൻ ഈ ഓട്ടോറിക്ഷ കയറി വരുന്നത്. നമ്മൾ ഈ ഓട്ടോറിക്ഷ തേടി പിടിച്ച് ഈ ചെറിയ സമയം കണ്ടെത്തി ഇവിടെ വന്നിരിക്കുന്നതാണ്. ഇത് അന്ന ചേച്ചി, കേരളത്തിലെ ആദ്യത്തെ ഓട്ടോ ഡ്രൈവറായ ട്രാൻസ് വുമൺ. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖം. ഒരു വൈറൽ സ്റ്റാർ ആണ് ആദ്യത്തെ ട്രാൻസ് വുമൺ ഓട്ടോ ഡ്രൈവർ. ശരിക്കും പറഞ്ഞ് എല്ലായിടത്തും പോകുമ്പോ എല്ലാരും വിഷ് ചെയ്തിട്ട് പോണ അവസ്ഥയാ. ഇത്രയും നാളും എന്നെ എങ്ങനെ അറിയാം, ഞാൻ ഒരു 3-4 മാസമായിട്ട് ഏലൂരിക്കിട്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ 2-3 ദിവസമായിട്ട് ഓട്ടോ സ്റ്റാൻഡിലെ ആളുകൾ കൈ അടിക്കുന്നു, അപ്പഴേക്കുന്ന ചവിട്ടുകാരൻ ചേട്ടന്മാർ ഇപ്പോഴും കൈ അടിക്കുന്നു, വിളിക്കുന്നു. അതുകൊണ്ട് എന്നെ വണ്ടി ഫേമസ് ആയി, അതിനൊപ്പം ഞാനും ആയി. അപ്പൊ ഏകദേശം മനസ്സിലാക്കാണല്ലോ, അന്ന ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ താരം, കേരളത്തിലെ തന്നെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഓട്ടോ ഡ്രൈവർ. അപ്പൊ ചേച്ചി ചോദിക്കുക, എന്താണ് ഓട്ടോറിക്ഷ? നമ്മളുടെ ഇടയ്ക്ക് ഡോക്ടർ വന്നു, അഡ്വക്കേറ്റ് വന്നു, പോലീസ് വന്നു, അങ്ങനെ 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 എല്ലാ മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ഏറ്റവും താഴെയും ആളുകൾ വേണ്ടേ, മേളിലേക്ക് മാത്രം പോയിട്ട് കാര്യമില്ല. എല്ലാ മേഖലയിലും എല്ലാ മനുഷ്യരും ചെയ്യുന്ന എല്ലാ ജോലികളും ഞങ്ങൾക്കും സാധിക്കും. എല്ലാവരും ഇനി പതുക്കെ 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 എല്ലാ മേഖലയിലും എത്തും എന്നതാണ് എന്റെ വിശ്വാസം. അതിനുള്ള പരിശ്രമങ്ങൾ എല്ലാ ഭാഗത്തും കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്ക് ഒരുപാട് ഇപ്പൊ ബോഡി ബിൽഡർ വന്നു, അതുപോലെ നമ്മുടെ ആദം ഹാരി, അങ്ങനെ ഒത്തിരി എല്ലാ മേഖലയിലും ഉണ്ട്. എല്ലാ രീതിയിലും സമൂഹത്തിൽ എല്ലാവരെ പോലെ സമൂഹത്തിന്റെ കൂടെ തന്നെ ഒന്നിച്ച് ജീവിക്കണം. ഒരു മാറ്റി നിർത്തലോ ഒരു അവഗണിക്കലോ ഇല്ലാതെ തന്നെ പോകണമെന്ന് തന്നെ ഒത്തിരി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. റെയർ എന്നതിൽ നിന്ന് കോമണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് ലെവലിലും നമുക്ക് പറ്റും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആപ്റ്റ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഓട്ടോറിക്ഷ. അതോ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാരിലേക്ക് കൂടുതൽ ഒന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റും. അവർക്ക് നമ്മളെയും കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇത് പൊതുസമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കുറിച്ച് അറിയില്ല. അവര് ചിലപ്പോൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ ട്രെയിനിൽ വരുന്ന അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ ആയിരിക്കും അവർക്ക് അറിയാവുന്നത്. അപ്പൊ അവരുടെ ഒരു രീതിയിലാണ് മിക്ക ആളുകളും നമ്മളോട് ഈ അകലം കാണിക്കുന്ന ആളുകൾ കാഴ്ചപ്പാടാണ് ആളുകൾക്ക്. പൊതുസമൂഹം ആളുകൾ നമ്മളിപ്പോഴും വിലയിരുത്തുന്നത് അതിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ കേരളത്തിലുള്ള ആളുകൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളുകളോ അങ്ങനെയൊന്നും അല്ല. കേരളത്തിലെ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ പലതും അറിയാത്തതുണ്ട്. കാരണം എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഭിക്ഷാടനം അലൗഡ് അല്ല, റെസ്ട്രിക്റ്റഡ് ആണ്, ചെയ്യാൻ പാടില്ല എന്ന് കേരളത്തിലെ കമ്മ്യൂണിറ്റി സ്ട്രിക്ട്ലി ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആർക്കും അറിയത്തില്ല. അത് നമ്മൾ തന്നെ ആയാലും പരാതി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ആലുവ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഒരു വീഡിയോ വന്നു. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ KSRTC ഒരാള് ബസ്സിൽ കയറി ഭിക്ഷ മേടിക്കുന്നു. ഇതൊന്നും നിലവിൽ അലൗഡ് അല്ല. ഇതൊക്കെ നമ്മൾ പരാതികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കേരളത്തിൽ സംഭവം നിരോധിച്ചേക്കുന്നതാണ്. ഈ പറയുന്ന കേരളത്തിലുള്ള ഒരാളും ചെയ്യുന്നില്ല. ഇത് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ട് ഈ നാട്ടിൽ വന്നിട്ട് ഇത് ഇങ്ങനെ കാണിക്കുന്നു. ഇതെല്ലാം വരുന്നത് അതല്ല, ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മുൻനിരയിലേക്ക്, സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തിക്കുന്ന ഒരുപാട് പേർക്ക് പ്രചോദനമാകേണ്ട ആളുകളെ എല്ലാം തളർത്തുന്ന രീതികളാണ് ഇതൊക്കെ പോകുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസിന്റെയൊക്കെ നല്ല ശക്തമായ ഇടപെടൽ വന്ന്, അതുപോലെ ആലുവ പോലെ, ഇപ്പൊ ആലുവ ഒരുപാട് ക്ലീൻ ആയി. ആലുവ ഒരുപാട് ക്ലീൻ ആക്കാൻ പോയതിന്റെ ഒരു പാടാണ് ഇതും അതെന്താണ്, ഞാൻ അന്യ സംസ്ഥാനക്കാർക്കെതിരെ കുറെ കേസുകളും കാര്യങ്ങളെല്ലാം കൊടുത്തു. ആലുവ നല്ലൊരു CA വന്ന സമയത്ത് ഇവിടെ ഐഡന്റിറ്റി കാർഡ് ഇല്ലാണ്ട് നാട്ടിൽ നിന്ന് അവര് ആസാമിൽ നിന്ന് ഒറീസയിൽ നിന്നും ഇവിടെ മെക്കാഡോണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു ചുരിദാറിലെ സാരി കൊടുത്ത് അവിടെ റോട്ടിൽ നിന്ന് ഇല്ലാത്ത പ്രശ്നങ്ങൾ പിടിച്ചുപോയി മാല പൊട്ടിക്കല് അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അതിനെതിരെ ഇങ്ങനെ സാറ് സംസാരിച്ചപ്പോ പറഞ്ഞ അനിൽ എന്ന് പറഞ്ഞ CA ആയിരുന്നു, കൊല്ലത്താണ്. ഇപ്പൊ സാറ് കൊല്ലത്തേക്ക് പോയി. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പരാതി താട്ടങ്ങൾ കുറച്ച് പേരോട് ഒരു പരാതി നമുക്ക് നടപടി എടുക്കാം. അങ്ങനെ ഇവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ആൾമാറാട്ടം നടത്തുകയും ഇങ്ങനത്തെ പരിപാടികളാണെങ്കിൽ ആളുകളെ ഉറപ്പായിട്ടും കേസ് എടുക്കും, അല്ലെങ്കിൽ ID കാർഡ് ഇല്ലാത്ത ആളുകൾ നാട്ടിലേക്ക് പോകും. വീണ്ടും പോയതിന്റെ ഇരട്ടി വന്നു. ഞാനൊരു ദിവസം ഇതുപോലെ കോതമംഗലം വരെയും പോയിട്ട് തിരിച്ചു വന്ന് കാറവിടെ നിർത്തി ഇറങ്ങി. അപ്പൊ ഇവരിങ്ങനെ വന്നപ്പോ എന്താന്ന് ഞാൻ ചോദിച്ചു. എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ച് എന്റെ ഒരു മുതല പോലെ മാലയടക്കം വലിച്ചു പൊള്ളിച്ചു കൊണ്ടുപോയി. എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നെ കാണാൻ വന്ന ഒരാളെ ആലുവ ഗവൺമെന്റ് ആശുപത്രി കയറി അടിച്ചു. അമ്മാതിരി നാശം. നിലവില് ഇവിടെ സാധാരണ നിലയിൽ ജീവിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങൾ പോലും കാണിക്കാത്ത രീതിയിൽ കാണിച്ചിട്ടും ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് അവർക്കെതിരെ കേസ് പോലും കൊടുത്തില്ല. പിന്നെ അത്ര പേടിയാന്ന് എനിക്ക് തോന്നുന്നു. ഇവര് ഒരാളെ കൃത്യമായിട്ട് അറിയത്തില്ല, അകത്തിട്ടിട്ട് ഫുൾ ഡ്രസ് അടക്കം ഊരി ഉപദ്രവിച്ച്, എന്നെ ഉപദ്രവിച്ച് ഞാൻ കാഷ്വാലിറ്റിയില് എല്ലാം ഫുൾ തെളിവടക്കം വീഡിയോ ഉണ്ടായിട്ട് പോലും ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള മര്യാദ പോലും പോലീസ് കാണിച്ചില്ല.
പിന്നീട് ഞാൻ തന്നെ വീണ്ടും മറ്റേ രണ്ടാമത്തെ തവണ ആൽമരത്തെ കയറി 9 പ്രതികളെ അറസ്റ്റ് ചെയ്യും. ചെയ്യിപ്പിച്ചു. നമ്മളിപ്പോ ഈ ഒരു കാര്യങ്ങളിലേക്ക് സംസാരിച്ചെത്തിയ എന്തുകൊണ്ടാണെന്നറിയോ? ചേച്ചി വെറൊരു കൗതുകത്തിന്റെ പുറത്തല്ല ഈ ഒരു ഓട്ടോറിക്ഷ തുടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാൻ വേണ്ടി തന്നെ. കാരണം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ജസ്റ്റ് ഫെയിമിന് വേണ്ടി തുടങ്ങി എന്നൊരു പറച്ചിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പോരാടുന്ന ഒരു വ്യക്തി തന്നെയാണ് അന്ന ചേച്ചി എന്ന് നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചത്. നമുക്ക് ഇനി ഓട്ടോയുടെ വിശേഷങ്ങളിലേക്ക് എത്താം. ചേച്ചി ഈ ഒരു ഓട്ടോ തുടങ്ങിയത് എന്നാണ്? എനിക്ക് പണ്ട് മുതലേ ബജാജിന്റെ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ ചെറിയ വണ്ടിയാണ്, എനിക്ക് കൊണ്ടുപോയി നടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അത് എന്റെ ഒരു ഉപജീവന മാർഗമായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ ഒരു വഴിയായിരിക്കണം എന്നൊരു ആഗ്രഹം വലുതായിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷയിൽ തന്നെ ഇതെന്ന് കാരണം ഇപ്പൊ ഏറ്റവും സാധാരണക്കാരന്റെ വാഹനമാണല്ലോ ഓട്ടോറിക്ഷ. തീർച്ചയായും ഒരു ഉപജീവന മാർഗമായിട്ട് നോക്കുമ്പോ ചേച്ചിക്ക് പല മാർഗങ്ങളും നോക്കായിരുന്നു. ഇതാകുമ്പോ നമുക്ക് ഒരാളുടെ കീഴിലും പോയി നിൽക്കണ്ട, നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ലീവ് വേണമെങ്കിൽ മറ്റുള്ളവരോട് ചോദിച്ച് നിൽക്കണ്ട, നമ്മുടെ സമയം പോലെ ഓടുക. അത് ഇത്തിരി വൈകി ഓടിയാലും ഇത്തിരി നേരത്തെ ഓടിയാലും ആരോടും പറയണ്ട. ഫിനാൻസ് അടയ്ക്കുക, വണ്ടി കൊണ്ടുപോയി നടക്കുക, വണ്ടിയുടെ കാര്യങ്ങൾ പക്കയായിട്ട് നോക്കുക, നമ്മുടെ കാര്യങ്ങൾ നടക്കും. അത്യാവശ്യം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും മഴയാണെങ്കിലും വെയിലായാലും എന്റെ ഓട്ടോയിൽ തന്നെ എനിക്ക് പോകാം. ചേച്ചി ഇതിപ്പോ ഈ ഓട്ടോ ഇപ്പൊ നിരത്തിറങ്ങാൻ എത്ര രൂപയോളം ചെലവായിട്ടുണ്ട്? എന്റെ പേരിലല്ല വണ്ടി, എന്റെ ഒരു സുഹൃത്ത് എനിക്ക് ഒരു തൊഴിൽ എനിക്ക് അത്യാവശ്യമാണെന്ന് ഞാൻ ആവശ്യപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ഞാൻ എന്റെ പേരിൽ തന്നെ ഒരു വണ്ടി എടുക്കാൻ കുറെ ശ്രമിച്ചു. അപ്പൊ അത് നടന്നില്ല. അപ്പൊ ആളോട് സംസാരിച്ചിട്ട് ആള് പൂർണ്ണ മനസ്സോടെ പറഞ്ഞു ഞാൻ വണ്ടി എടുത്തു തരാം, ഫിനാൻസ് അടച്ചാൽ മതി, എടുത്തരാൻ പൈസ അടച്ചാൽ മതി. അങ്ങനെ ഒരു 800-800 അടുത്ത് ഫിനാൻസ് വരും. അപ്പൊ അത് കറക്റ്റ് അടച്ചാൽ മതി. പിന്നെ അപ്പൊ ഞാൻ കുറെ അന്വേഷിച്ചായിരുന്നു. അതിന് എന്റെ സ്വന്തം പേരിൽ തന്നെ വേണമെന്ന് ഒരു ആഗ്രഹം, ഒരു ഇഷ്ടം കൂടെ ഉണ്ടായിരുന്നു. അത് എന്തായാലും നടക്കാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാതെ പോയപ്പോ? നമുക്ക് നിലവിലെ കമ്മ്യൂണിറ്റിക്ക് സ്വന്തമായിട്ട് സ്ഥലമുള്ള ആളുകൾ വളരെ ചുരുക്കമുള്ളൂ. കരമടച്ച രസീത് നിർബന്ധമാണ്. അപ്പൊ അവരങ്ങനെ പറയുമ്പോ നമുക്ക് നിലവിൽ സ്ഥലമില്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ അത് പറ്റാതെ വന്നപ്പോ നിലവില് വേറൊരാളുടെ സഹായം കിട്ടിയത് കൊണ്ട്, ലുട്ടുമോന്റെ സഹായം കിട്ടിയത് കൊണ്ട്, ലുട്ടുമോനാണ് പേര്. എന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് ലുട്ടുമോൻ. ഈ വണ്ടി എടുത്തു തന്ന ആളെ ഞാൻ വിളിക്കുന്നത് ലുട്ടുമോനെ. ഇപ്പൊ ചേച്ചി ഇപ്പൊ ഇവിടെ എറണാകുളത്തേക്ക് വന്നിട്ട് ഇപ്പൊ എത്ര നാളെ ഏകദേശം? ഞാനൊരു 7 വർഷം ആകണു ഇവിടെ സ്ഥിരമായിട്ട് താമസം തുടങ്ങിയിട്ട്. കളമശ്ശേരിയിൽ നിന്ന് തുടങ്ങി ഇപ്പൊ ഏലൂര് വന്ന് നിൽക്കുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ 7 വർഷത്തെ ഇതിപ്പോ ഈ ഓട്ടോറിക്ഷ വരെ ഒരുപാട് ചുരുങ്ങിയ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളും എന്റെ ലൈഫിൽ സ്റ്റാർട്ടിങ് ടൈം മുതല് ഞാൻ പോലീസായിട്ടുള്ള ഫൈറ്റിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതൽ. പോലീസായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ ആലുവ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ ആൽമരത്തിൽ ഫസ്റ്റ് ടൈം കയറി. ആ ടൈമിൽ DGP ഉത്തരവിട്ടു, ട്രാൻസ് കമ്മ്യൂണിറ്റി സ്റ്റേഷൻ വന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് ഓരോ കാര്യങ്ങൾ അറിഞ്ഞു വിടണം, നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്യാൻ, അങ്ങനെ സർക്കുലർ വരെയും അന്ന് പുള്ളി ഇറക്കിയത് കൊണ്ട് നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ കുറച്ച് സുഖമായി. പിന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ഒരുപാട് അവഗണനകളും, ഒരു വീടെടുക്കാൻ പോകുമ്പോൾ ഒരുപാട് നിബന്ധനകളും കാര്യങ്ങളും, ആ വീട് പോലും കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു. അത് ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടി. ഇപ്പൊ ആ ഒരു കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 75% ബുദ്ധിമുട്ടുകൾ മാറി ഇപ്പൊ ഒരു 25% ഉള്ളൂ എന്നാണ് എന്റെ ഒരു അവസ്ഥയിൽ ഞാൻ പറയുള്ളൂ. എന്റെ ആ തുടക്ക കാലത്തിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഇന്ന് ഇവിടെ വരെ. സ്വന്തമായിട്ട് ഈ വണ്ടിയും കൂടി വന്നപ്പോ അതിൽ കുറച്ചുകൂടി ആളുകൾ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഇപ്പൊ ഈ ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് ഒരു 4 മാസത്തോളമേ ഉള്ളൂ. ഇതിനു മുമ്പ് ചേച്ചിയുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? എന്റെ നിലവിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ലുട്ടുമോൻ എനിക്ക് ഒരുപാട് സഹായങ്ങളും ഹെൽപ്പുകളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കോഴികൾ ഉണ്ടായിരുന്നു, ഒരു 10-23 കോഴി ഉണ്ടായിരുന്നു. പിന്നെ പൂച്ച ഉണ്ടായിരുന്നു, 8 പൂച്ച ഉണ്ടായിരുന്നു പേസിങ്ങായിട്ട്. അങ്ങനെ പൂച്ച വേറൊരിൽ നിന്ന് തുടങ്ങിയതാണ്. അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നിലവിൽ പട്ടിക്കുഞ്ഞുണ്ട്, പിന്നെ കുറച്ച് കിളികൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. ഇതിപ്പോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് ഫാമിലി സപ്പോർട്ട്. ഫാമിലി സപ്പോർട്ട് ഒരു 85% കമ്മ്യൂണിറ്റിയെ പോലെ തന്നെ എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാനും തന്നെയായിരുന്നു. ഇപ്പോഴും നിലവില് വീട്ടിലേക്ക് ഇപ്പൊ അറിയാലോ, കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലാണ് എന്റെ വീട്, സ്വന്തം വീട്. അപ്പൊ അവിടെ ഞങ്ങളൊരു നാട്ടുകാരിയാ, നമ്മുടെ നാട്ടിൽ അവിടെ ആരും നമ്മുടെ ഐഡന്റിറ്റി പറയാന്ന് വെച്ചാൽ അതൊരു ഗ്രാമപ്രദേശമാണ്. ആളുകൾക്ക് പെട്ടെന്ന് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെയാണ്. പിന്നെ എന്റെ അമ്മയൊക്കെ പഴയ ആൾക്കാരായതുകൊണ്ട് ഞാൻ പൊതുവെ അങ്ങോട്ട് പോകാറില്ല, അവിടെ പോയി നിൽക്കാനും ആഗ്രഹമില്ല. അത്യാവശ്യം ഇപ്പൊ ഈ വീഡിയോകളെല്ലാം വൈറലായി കഴിഞ്ഞപ്പോ ഫാമിലിക്ക് മനസ്സിലായി കാണുമല്ലോ, നല്ല രീതിയിൽ ജീവിക്കുന്ന നല്ലൊരു ഉപജീവന മാർഗത്തിലൂടെയാണ് മകള് പോകുന്നത്. അത് നമ്മുടെ എന്റെ കുറച്ച് ഫാമിലി കുടുംബക്കാരൊക്കെ കുറച്ച് കലിപ്പായിരുന്നു. അപ്പൊ അവർക്കൊക്കെ കുറെ മാറ്റങ്ങളും ഇപ്പൊ എന്നെ അന്വേഷിക്കാനും അല്ലെ എന്നെ ടിവിയിൽ കണ്ടു, വാർത്തയിൽ കണ്ടു, യൂട്യൂബിൽ കണ്ടു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥകളുണ്ട്. അത് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ വീട്ടിൽ നിന്നൊക്കെയാണ് നല്ല കമന്റുകളും അവർ വിളിക്കുകയും വീഡിയോ ഒക്കെ ഞാൻ കഴിച്ചു തരണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല സന്തോഷം. ഒരു വീണ്ടും പഴയ പോലെയൊക്കെ തന്നെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ അധികം അങ്ങ് ഒത്തിരി പോകാതെ തന്നെ ഒരു നല്ല ചേർത്ത് പിടിക്കൽ ഫാമിലിയുടെ ഭാഗത്ത് ഉണ്ടാവുന്ന പ്രതീക്ഷ. ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിലും അതേ യാത്ര പോലെ വീട്ടുകാർ ഇപ്പോ കൂടെ കൂട്ടി തുടങ്ങി.
തീർച്ചയായും എന്നുവെച്ചാൽ പൊതുസമൂഹം മാറുന്നതിന്റെ അനുസരിച്ച് ഫാമിലിയും മാറുമല്ലോ. അപ്പൊ അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി എന്റെ ഒരു ലക്ഷ്യം എവിടെയെങ്കിലും ഇവിടെ എറണാകുളത്ത് കുറച്ച് അകലെ മാറി എവിടെയെങ്കിലും ഒരു കുഞ്ഞു വീടും വെച്ച് ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ സ്ഥിരമായിട്ടാണ്. നമ്മള് എറണാകുളം ജില്ലക്കാർ തന്നെയാണ്, എന്നാൽ പോലും ഇവിടെ എവിടെയെങ്കിലും തന്നെ വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി കൂടുതൽ എറണാകുളത്താണ്. വീട്ടുകാർ എത്ര ചേർത്ത് നിർത്തി എന്ന് പറഞ്ഞാൽ പോലും കമ്മ്യൂണിറ്റി ഉള്ള ഭാഗത്ത് മാത്രമാണ് നമുക്ക് മനസ്സിലൊരു എന്തെങ്കിലും ഒരു ആവശ്യം കംഫർട്ട് സോൺ. തീർച്ചയായിട്ടും. ചേച്ചിയാണ് ഇവിടുത്തെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ഫോമർ ഓട്ടോ ഡ്രൈവർ. അപ്പോ ആദ്യമായി ഈ വണ്ടിയായിട്ട് നിരത്തിറങ്ങിയപ്പോ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? സഞ്ചാരികളൊക്കെ അതിനകത്ത് പറയാം, നിലവില് അങ്ങനെ ആർക്കും നിലവിൽ ഈ വീഡിയോ വരുന്നത് വരെയും എന്നെ അടുത്തറിയുന്ന ആളുകൾക്കല്ലാതെ ആർക്കും അറിയില്ലായിരുന്നു. CTOMI എന്ന് പറയുന്ന എൻ്റെ ഒരു മമ്മിയാണ്. അപ്പൊ ആളെ എന്റെയും കൂടി ഒരു റീൽസിൽ ആദ്യം ഞങ്ങൾ റീൽസ് ചെയ്തായിരുന്നു. അപ്പൊ അത് കുറച്ചുപേരെ കണ്ടു. പിന്നെ അത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. എന്നിട്ടും അത്ര ഇതായില്ല. പിന്നെ ഒരു ചാനലിൽ വന്നേ പിന്നെ ഇങ്ങനെ ഇത്രയും വൈറലായിട്ട് എല്ലാവരും നിലവിൽ അറിഞ്ഞേ പിന്നെയും അറിയുന്നതിന് മുന്നേയും നിലവിൽ മോശം ഒരു പ്രവണത ഒരാളിൽ നിന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിലുള്ള കമന്റുകളും നല്ല രീതിയിലുള്ള സംസാരങ്ങളും എല്ലാം പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് മാറ്റങ്ങളുടെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു തെളിവ് തന്നെയാണ് അത്. ഇതിപ്പോ ഓടുന്ന ടൈമിംഗ് ഉണ്ടാവില്ലേ, എങ്ങനെയാണ് ഓട്ടം കിട്ടുന്നത്? കാരണം ഇത്രയും ഓട്ടോറിക്ഷകൾ ഈ നിരത്തിലുണ്ട്. പക്ഷേ സ്റ്റാൻഡിൽ കിടക്കുമ്പോൾ വണ്ടികൾക്ക് പൊതുവെ ഓട്ടം കുറവായിരിക്കും. അതായത് സ്റ്റാൻഡിൽ വന്ന് വിളിക്കുന്നവരാണ്, ഒരു ഓർഡർ അനുസരിച്ച് പോവുള്ളൂ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ കൂടുതൽ ഇങ്ങനെ കറങ്ങി നടക്കുകയോ ചെയ്യുന്നത്. സർക്കിട്ട് അടിച്ചടക്കുക കിട്ടുന്ന കുറച്ച് ഡീസൽ അടിച്ചാലും പോയാൽ കത്തിയാലും കുറച്ച് എങ്ങോട്ടെങ്കിലൊക്കെ ഓട്ടം കിട്ടി അതൊക്കെ ഒന്ന് ടാലിയായി പൊക്കോളും, കുഴപ്പമില്ല. പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ എന്നൊരു എന്റെ സ്റ്റാൻഡ് പെർമിറ്റ് ആലുവയാണ്. പക്ഷെ ആലുവ സ്റ്റാൻഡിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഇനി ഒന്ന് പോയത് നേരത്തെ അടിയുടെയൊക്കെ പേടിയാണ്. പിന്നെ ആലുവയെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറയുന്നത്. ആലുവ ഇപ്പൊ എല്ലാ ആളുകളും ട്രാൻസ്ജെൻഡറിന് പേടിയാന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ഹിന്ദിക്കാരെ എനിക്ക് ഭയങ്കര പേടിയാണ്. അടി കിട്ടിയാലും കേസ് കൊടുത്താലും പേടിയാ. എനിക്ക് ഇഷ്ടംപോലെ മുടി, എന്റെ മുടി അവരാദ്യം മുടിയിലാണ് പിടിക്കുള്ളൂ. അവർ ഉപദ്രവിക്കുന്ന മെയിൻ സ്റ്റൈൽ അങ്ങനെ. ആ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനത്തെ ഇതും. പിന്നെ ആലുവ പൊതുവെ ആളുകൾ മൊത്തം ഈ പറയുന്ന അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന് ഇത്തരം രാത്രിയും പകലും എല്ലാം ഈ ഇങ്ങനത്തെ എല്ലാ വൃത്തികെട്ട പരിപാടികളും നടത്തി ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു വിലയില്ലാത്ത സ്ഥലമാണ് ആലുവ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പൊതുവെ അങ്ങോട്ട് പോകാനും അവിടെ പോയി വണ്ടി ഓടിക്കാൻ ഒരു മടിയുണ്ട്. കുറെ വീഡിയോ വന്നപ്പോ എല്ലാ ഭാഗത്തുനിന്നും ഞങ്ങളുടെ സ്റ്റാൻഡിലേക്ക് പോരെന്നൊക്കെ പറഞ്ഞ കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. അല്ല പിന്നെ ധൈര്യമായിട്ട് ആലോചിക്കുക, സ്വന്തം സ്റ്റാൻഡിൽ പോയി കിടക്കാം. പോകുന്നുണ്ട് ഇന്ന് പോകുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് പോകും. ഞാൻ ആ സ്റ്റാൻഡിലൊന്ന് പോയി ഒന്ന് സംസാരിച്ച് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇനി ഇവിടെ യാത്ര എങ്ങനെയാ? ഈ ഒരു ഒറ്റ ഓട്ടോറിക്ഷയിൽ നിർത്താനാണോ അതോ? എനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞു വീട് വെക്കണം എന്നുണ്ട്. അപ്പൊ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഇതുകൊണ്ട് തന്നെ മാക്സിമം നടന്ന് ഓടിച്ച് ജീവിക്കുക. അക്സെപ്റ്റ് ചെയ്യപ്പെടാതെ വരുന്ന ഇതുപോലുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റി പെടുന്ന ആളുകളെ ചേച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഞങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പലർക്കും കടത്തിണ്ണകളിൽ കിടക്കുകയും തെരുവിലൂടെ നടക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യ സമയത്ത്. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറി ഇപ്പൊ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലും ഒരുപാട് ഇതും NGO വഴി നമുക്ക് ഷെൽട്ടർ ഹോമുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇനി വരുന്ന കമ്മ്യൂണിറ്റിയോട് എനിക്ക് പറയാനുള്ളത്, ഷെൽട്ടർ ഹോമുകൾ ഉണ്ട്, വിദ്യാഭ്യാസം വേണ്ട ആളുകൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാതെ എന്തായാലും അവരവരുടെ ജീവിതം സേഫ് ആക്കി തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഇവിടെ എറണാകുളത്ത് തന്നെ ഒരു 5-6 CBOs ഉണ്ട്. അതായത് കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന CBO പ്രതിനിധികളുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യുകയോ സാമൂഹിക വകുപ്പിനെ കോൺടാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്ത് തെരുവുകളിലേക്ക് പോയി ട്രാൻസ്ജെൻഡേഴ്സ് എന്നും സെക്സ് വർക്കേഴ്സ് എന്നൊരു ലേബൽ ഉണ്ടാക്കാതെ അത് മാറ്റിയെടുക്കണം എന്ന് കമ്മ്യൂണിറ്റിയുടെ ലേബൽ മൊത്തമായി മാറ്റിയെടുക്കണം. അത് ഫുള്ളൊന്ന് മാറ്റിയെടുക്കണം. ഇത് വലിയൊരു പോയിന്റ് തന്നെയാണ്. കാരണം തന്റെ ജെൻഡർ ഏതാണെന്ന് വെളിപ്പെടുത്താൻ മടിയുള്ളവര്, മടി കാരണം ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങോട്ട് പോകുമെന്ന് കൃത്യമായിട്ട് അറിയാത്തവരാണ്. എനിക്ക് പലർക്കും അറിയത്തില്ല ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങൾ ഇവർക്ക് എവിടെ നിന്നെല്ലാം കിട്ടുമെന്നൊരു അറിവില്ലാത്തവരുണ്ട്. പണ്ടത്തെ പോലെ എല്ലാം ഐഡന്റിറ്റി വെളിപ്പെടുത്തി പറഞ്ഞ ഒരാളെ വീട്ടിൽ പിടിച്ചു നിർത്താനും ഇതിനൊന്നും ഇതില്ലാതെ നിലവിൽ കോടതി ഇടപെടും. വർക്ക് എന്നൊരു ലോകത്തേക്ക് ആരും ഇനി വരുന്ന ഒരു കമ്മ്യൂണിറ്റിയും പോകരുതെന്ന് എന്റെ വലിയൊരു ആഗ്രഹമാണ്. ഇനി വരുന്ന ഒരു ട്രാൻസ്ജെൻഡർ സമൂഹം അത്തരത്തിലേക്ക് പോകരുത്, സമൂഹത്തിന് മുൻപന്തിയിൽ തന്നെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ അന്ന ചേച്ചിയുടെ ഈ ഓട്ടോറിക്ഷയും വെറും ഒരു കൗതുകം മാത്രമല്ല, നമ്മുടെ കേരള സമൂഹത്തിന്റെ ട്രാൻസ് കമ്മ്യൂണിറ്റി മുൻപന്തിയിലേക്ക് എത്തുന്നതിന്റെ ഏറ്റവും വലിയൊരു അടയാളം കൂടിയാണ്. അന്ന ചേച്ചി എന്നും നമ്മുടെ ഒപ്പം ഉണ്ടാവും, ഇനിയും മുന്നോട്ട് തന്നെ യാത്ര. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരേ പഞ്ചായത്തുകാരാണ്. അപ്പൊ നമുക്ക് പോവാം. നമുക്ക് വണ്ടി എടുത്തോ. അപ്പോ ഇത് കേവലം ഒരു അന്ന ചേച്ചിയിൽ ഒതുങ്ങില്ല. നമ്മൾ ഇനിയും ഇതുപോലെ ഒരുപാട് കഥകളുമായിട്ട് ഇനിയും വരും, അല്ലെങ്കിൽ ഒരുപാട് അന്ന ചേച്ചിമാരെ ഇനിയും വരും. കാണാം.